നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 4 മാസം മുമ്പ് 70 ലക്ഷം രൂപ ലോട്ടറി അടിച്ച യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് നെല്ലിക്കുന്ന് ബീച്ച് റോഡിലെ ബേക്കറി ഉടമ വിവേക് ഷെട്ടിയെയാണ് സ്വന്തം ബേക്കറിക്കകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 36-കാരനായ വിവേകിന് സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നില്ലെന്നും മറ്റെന്തെങ്കിലും കാരണമാകാം മരണത്തിന് പിന്നിലെന്നുമാണ് പോലീസ് നിഗമനം. ഇന്നലെ രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ലോട്ടറി അടിച്ചതിൽ നികുതി കിഴിച്ച് 44 ലക്ഷം രൂപയാണ് വിവേകിന് ലഭിച്ചത്. വിവരമറിഞ്ഞ് കാസർഗോഡ് ടൗൺ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ അപകട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. KSRTC ബസും തമിഴ്നാട് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ബസും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 35 പേർക്ക് പരിക്കേറ്റു. നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് അപകടമുണ്ടാക്കിയത്. മാർത്താണ്ഡ മേൽപ്പാലത്തിൽ വെച്ചായിരുന്നു അപകടം. കളിയിക്കാവിളയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസിന് മുകളിലേക്കാണ് KSRTC ബസ് ഇടിച്ചു കയറിയത്. KSRTCക്ക് മുന്നിലുള്ള ടോറസ് ലോറിയെ മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് മറുഭാഗത്തു നിന്ന് വരികയായിരുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസുമായി കൂട്ടിയിടിച്ചത്. 2 ബസ്സുകളിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റു. KSRTC ബസിന്റെ ഡ്രൈവർ അനീഷ് കൃഷ്ണന്റെ പരിക്കുകൾ ഗുരുതരമാണ്. നാഗർകോവിലിലെ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. പരിക്കേറ്റ യാത്രക്കാരിൽ 10 പേരെ കുഴിത്തുറൈ സർക്കാർ ആശുപത്രിയിലും 22 പേരെ മാർത്താണ്ഡത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസിന്റെ ഡ്രൈവർ സുരേഷ് കുമാർ ആശാരിയെ പള്ളം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലയും ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. മറ്റൊരു അപകടത്തിൽ കണ്ണൂരിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. ചുട്ടാട് എരിപ്പുറം ക്ഷേത്രത്തിലെ തിറമഹോത്സവം കഴിഞ്ഞു മടങ്ങുകയായിരുന്ന യുവാവാണ് നിയന്ത്രണം വിട്ട ബൈക്ക് വീട്ടുമതിലിൽ ഇടിച്ച് അതിദാരുണമായി മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മാട്ടൂൽ നോർത്ത് സ്വദേശി എബിൻ കെ ജോൺ ആണ് അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞത്. കൂടെ ബൈക്കിൽ സഞ്ചരിച്ച സുഹൃത്തായ പൂവത്തിൻചാലിലെ ആകാശ് ഗുരുതര പരിക്കുകളോടെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശനിയാഴ്ച പുലർച്ചെ 2 മണിക്കാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുതിയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള വൈറ്റ് ഹൌസ് എന്ന വീട്ടുമതിലാണ് ബൈക്ക് ഇടിച്ചത്. അമിത വേഗതയാണോ അപകട കാരണമെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. പുതിയങ്ങാടിയിലെ ഈ വിളവ് സ്ഥിരം അപകട മേഖലയാണെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. നിരവധി പേർ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ബൈക്ക് യാത്രികരാണ് അപകടത്തിൽപ്പെടുന്നത്. റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഇല്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. അതിനിടെ MC റോഡിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വയോധികൻ മരിച്ചു. തിരുവനന്തപുരം പട്ടം വൃന്ദാവൻ ഗാർഡൻസിൽ ജോസഫ് ഈപ്പനാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി സ്വദേശി അബിയെ പരിക്കുകളോടെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് യാത്രക്കാരായ 4 പേർക്കും പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.